എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെന്ത് പ്രതിഷേധമാണ്? എടാ, വെറുപ്പുണ്ടാക്കുന്ന പണിയാടാ, അറപ്പുണ്ടാക്കുന്ന പണിയാടാ. ഏതൊരു രാഷ്ട്രീയ പ്രതിയോഗിയോട് നമുക്ക് വിയോജിപ്പുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചല്ലോ. അവരുടെ എതിർ സ്ഥാനാർത്ഥിയായ, അവരുടെ പ്രതിപക്ഷത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളുകളോട് അവർക്ക് പ്രതിഷേധ സ്വരങ്ങൾ, മുദ്രാവാക്യങ്ങൾ, ആഹ്ലാദ പ്രകടനങ്ങൾ, പേര് വിളിച്ചുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഒരു പ്രവൃത്തി അവരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. നമ്മളെ നോക്കിക്കാണുന്ന നിങ്ങൾ ഉത്തമ സമുദായത്തിൻ്റെ വാക്താക്കളെന്ന് പറയുന്ന നമ്മൾ കാണിക്കുന്ന ഈ വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തു? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. എടാ, ഇതൊരു സഹോദര സമുദായത്തിൽപ്പെട്ട നോക്കുമ്പോൾ എന്താണ്, ഒരു മൃഗത്തിൻ്റെ ഈ ചോര പൊടിയുന്ന അതിൻ്റെ തല ഇങ്ങനെ കെട്ടിത്തൂക്കി നടക്കാൻ ചില്ലറ ഉളുപ്പും മനസ്സാക്ഷിയൊന്നും പോരാ. ചെയ്യരുത്, ചെയ്യരുത്. ഞാനിപ്പോൾ വേങ്ങരയാണുള്ളത്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളെ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വരികയാണ്. പാണക്കാട് തങ്ങളുടെ പ്രസ്താവന 24-ൻ്റെ അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നത് വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിര് കടക്കാൻ പാടില്ല എന്നാണ്. അപ്പം നിങ്ങൾ അച്ചടക്കമുള്ള അണിയാണെങ്കിൽ, ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആ തങ്ങന്മാരെ നിങ്ങൾ ആദരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാക്കിന് നിങ്ങൾ മുഖവിലക്കെടുക്കണ്ടേ? ഇതൊക്കെ അങ്ങേയറ്റം പൂർവ്വ പരിപാടിയാണ്. ഒരു സമൂഹത്തെ ജനങ്ങൾ വെറുത്തു പോകാൻ മാത്രം കാരണമാകും. നിങ്ങൾക്ക് മുദ്രാവാക്യം വിളിച്ചാൽ മതി. കേട്ടിയില്ലെന്നല്ല, പലരോടും നമുക്ക് ശക്തമായി വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പുണ്ടാകുമ്പോൾ തന്നെ മുദ്രാവാക്യം, പ്രതിഷേധ സ്വരങ്ങൾ, ഫ്ലെക്സ്, കുറിപ്പൊക്കെ ആയിട്ട് അതിനൊക്കെ ഒരു മാനവിക മുഖത്തോടു കൂടി നമ്മൾ പ്രതിഷേധിക്കണം. അതിനപ്പുറത്തേക്ക് ചോര പൊടിയുന്ന ഒരു മൃഗത്തിൻ്റെ തലയും എടുത്ത് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പം മറ്റുള്ള ആളുകൾ ഇത് കാണുക, വെറുപ്പുണ്ടാക്കവർക്കിത്. അവർ വിചാരിക്കും എനിക്കൊക്കെ എന്ത് മനസ്സാക്ഷിയാണെന്ന് വിചാരിക്കുക, ഇവനിക്കൊക്കെ എന്ത് കാരുണ്യം എനിക്കൊക്കെ ഉണ്ടാകുന്ന വെച്ച് ജനങ്ങൾ അറപ്പൊന്നു പോത്. നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഇതേ കമൻറ്റുകൾ കണ്ട ഇതൊന്നും നമ്മുടെ കൗമിനെ സഹിക്കുന്നില്ല, പിന്നെ മറ്റുള്ളവർക്ക് സഹിക്കുക. അതുകൊണ്ട് ഈ തീ വെറുപ്പുണ്ടാക്കുന്ന പണിക്ക് അവസാനിപ്പിക്കുന്നത് ശരിയല്ലത്. മുദ്രാവാക്യം വിളിച്ചോ, പ്രതിഷേധ സ്വരങ്ങൾ, പാട്ട്, ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ വെച്ചോ, പക്ഷേ ഇത്തരം പരിപാടി നമ്മൾ ചെയ്യരുത്. ദയവ് ചെയ്യരുത്. നിങ്ങൾക്ക് തന്നെ മോശമാവത്. ആളുകൾ ഇങ്ങനെ വെറുത്തു പോകും.